അമ്മയുടെ കേസിൽ ഇപ്പോൾ ഇരട്ട ജീവൻ കിട്ടി. ഇനി അയാൾക്ക് തൂക്കുകയർ തന്നെ കിടക്കണം. അവൻ വെളിയിൽ ഇറങ്ങും പറഞ്ഞു കുട്ടികൾ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. തൂക്കുകയർ കൊടുത്ത് ഞങ്ങൾക്ക് ഉത്തം പോയി. അവിടെ ഉള്ളവർ ആരും താമസിക്കുന്നില്ല. ഒക്കെ നാട് വിട്ട് പോകാൻ തുടങ്ങി പേടിച്ചിട്ട്. ഞങ്ങൾക്ക് ഇനിയും അയാൾ അതിൻ്റെ ഉള്ളിൽ കിടക്കണം. അയാൾക്ക് നല്ലൊരു ശിക്ഷ ഇനിയും കിട്ടണം. അച്ഛൻ്റെ കേസും അച്ഛമ്മയുടെ കേസും ഇനി വരാനിരിക്കുന്നുണ്ട്. ഇനി അത് എത്രയും പെട്ടെന്ന് തുടങ്ങി പെട്ടെന്ന് തന്നെ അയാൾക്ക് ആ നല്ലൊരു ശിക്ഷ കിട്ടണം. തൂക്കുകയർ കൊടുക്കണം തന്നെയാണ് നമുക്ക്. അമ്മയുടെ കേസിൽ ഇപ്പോൾ ഇരട്ട ജീവൻ കിട്ടി. ഇനി അയാൾക്ക് തൂക്കുകയർ തന്നെ കിടക്കണം. ഇനി അയാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും ജീവൻ എന്തായാലും പോകും. അപ്പോൾ അയാൾ ഇനി ഇറങ്ങാനേ പറ്റില്ല. ഇനി അയാൾക്ക് ഇറങ്ങാനേ പറ്റില്ല. അയാൾ പുറം ലോകം കാണാനേ ഇനി എന്തായാലും പറ്റില്ല. ഇനി അയാളെ പേടിച്ചിട്ടാണ് നമ്മളെല്ലാവരും ജീവിക്കണത്. പോത്തുണ്ടിയിലാണെങ്കിൽ ഇപ്പോൾ അവിടെ നിന്ന് സ്ഥലമൊക്കെ ആൾക്കാർ മാറിപ്പോയിട്ടുണ്ട്. ആ ഒരാളിനെ പേടിച്ചിട്ടാണ്. അപ്പം ഇനി അയാളിനെ ഇനി പുറം ലോകം കാണിക്കാൻ അയാളിനെ വെളിയിലേക്ക് വിടാൻ അയാൾക്കൊന്നും കൊടുക്കില്ല. ജോലിയെല്ലാം പറഞ്ഞിട്ടേ ഉള്ളൂ. ഇതുവരെ ഒന്നും ആയിട്ടൊന്നുമില്ല. ഇപ്പം നമ്മൾ പഴയ രീതിയിൽ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചിക്ക് ഒരു ജോലിയാണെന്നുണ്ട്. അത് അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളെ പുറത്തേക്ക് വിടണ്ട എന്നാണ്. ഇല്ല, അത് കിട്ടിയിട്ടില്ല. അത് നമ്മൾ മീഡിയ വഴി തന്നെയാണ് അറിയണത്. നമ്മളിപ്പോൾ വെളിയിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കേണ്ടത് അത് കിട്ടിയില്ല എത്ര കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷെ നമുക്ക് ഇതുവരെ ആരും ലീഗലായിട്ട് കോൾ ചെയ്യുക അങ്ങനെ ഒന്നുമേ ചെയ്തിട്ടില്ല. ഇല്ല, ഒന്നുമേ ചെയ്തിട്ടൊന്നുമില്ല. ഇല്ല. സർക്കാർ പറഞ്ഞ ഈ ലക്ഷങ്ങളൊന്നും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തി? ഇല്ല, ഒന്നും എത്തിയിട്ടൊന്നുമില്ല. നമ്മൾക്ക് ആരും വിളിച്ചിട്ടുമില്ല. നമ്മൾ ഇപ്പോൾ എല്ലാവരും മീഡിയ വഴി അറിയണ പോലെ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. ആരോടെങ്കിലും ചോദിക്കുകയും ചെയ്തിരുന്നു? ഇല്ല, നമ്മളൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. ഈ കളക്ടർ മുഖേന അല്ലെങ്കിൽ ഈ ജില്ലാ ഭരണകൂടം മുഖേന MLA വഴിക്കൊന്നും ഈ ധനസഹായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചിരുന്നോ? ഇല്ല, നമ്മളൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. നമ്മൾ പിന്നെ നിങ്ങൾ മീഡിയ വഴി അറിയുമ്പോഴാണ് നാട്ടുകാർ എല്ലാവരും പറയുമ്പോഴാണ് നമ്മളെ അറിയണത്. ഉണ്ടെങ്കിൽ അത് എത്ര പെട്ടെന്ന് നൽകണം എന്നുള്ളതാണ്. നല്ല ശിക്ഷ കൊടുക്കണം. അവൻ വെളിയിൽ ഇറങ്ങും പറഞ്ഞു കുട്ടികൾ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ വെളിയിൽ ഇറങ്ങിയാൽ ഞങ്ങളുടെ ജീവിതം എല്ലാവരും പാഴായി പോകും. ഇത്രയും ഞങ്ങൾ ഉറപ്പ് കരുതിയിട്ട് തന്നെ ഇരിക്കുന്നത്. നല്ല ശിക്ഷ കൊടുക്കുക തന്നെ വേണം. ശിക്ഷ കൊടുത്തിട്ടൊന്നും ഇതായില്ല. എങ്ങനെയും തൂക്കുകയറി തന്നെ കൊടുക്കാൻ നോക്കി ആകാവളും. കുട്ടികൾ പേടിച്ചിട്ട് ഇറങ്ങണില്ല വെളിയിൽ. രാത്രി മുഴുക്ക പടി പൂട്ടി 6-7 മണിയാകത്തുമ്പോൾ പടി പൂട്ടി ഇടുകയാണ് ഞങ്ങൾ 2 പടി. ഞങ്ങൾ അത്രയും ധൈര്യത്തിലാണ്. എനിക്ക് ഈ മക്കളെയും കാത്തിട്ട് ഞാൻ ഇരിക്കുന്നത്. അവർക്ക് ഒരു തൊഴിൽ കൊടുക്കാൻ പറയാൻ അത് ആരും കൊടുക്കുന്നില്ല. പഠിപ്പ് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇക്കൊല്ലത്തോടെ പഠിപ്പ് കഴിഞ്ഞു. ഈ കുട്ടിക്ക് ഗവൺമെൻറ് ജോലി കൊടുക്കാൻ പറഞ്ഞു, ഒന്നും കൊടുത്തില്ല. 10 വയസ്സിൻ്റെ ഒരാൾ ഒരു ഉപകാരം ചെയ്യുന്നില്ല. വായി കൊണ്ട് അന്നൊക്കെ റെഡി ഞങ്ങൾ കൊടുക്കുക, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞു. സജിത കേസിൽ ഇരട്ട ജീവൻ എന്താണ് കൊടുത്തത്? ഇനി സുധാകരൻ്റെ കേസിൽ തൂക്കുകയർ തന്നെ കൊടുക്കണം എന്നാണ്. തൂക്കുകയർ കൊടുത്ത് ഞങ്ങൾക്ക് ഉത്തം പോയി. അവിടെ ഉള്ളവർ ആരും താമസിക്കുന്നില്ല. ഒക്കെ നാട് വിട്ട് പോകാൻ തുടങ്ങി പേടിച്ചിട്ട്. പുഷ്പ പറയുന്നത് ഇവിടെ ഇല്ല. ഒക്കെ നാട് വിട്ട് പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഞങ്ങൾ? ഒരു നേരം കുട്ടികൾ അവിടെ പോയി ഇരിക്കാനോ നോക്കാനോ പോകുന്നില്ല. നോക്കാൻ അടക്കം പോകുന്നില്ല. അവിടെ കാട് പിടിച്ച് കിടക്കണമെന്ന് പറഞ്ഞു ഓരോരുത്തർ. ഇനി എന്താ പറയാനുള്ളത്?